ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദിൽ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കുറച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ചേച്ചി, നമ്മുടെ ആച്ചുകുട്ടന് അയൽപ്പക്കത്തെയാണ് ചേച്ചി, ഒരു ചക്ക, ചെറിയ ചക്കയാണ്. അപ്പോൾ ഒത്തിരി വലിപ്പം വെക്കാത്ത സൈസുള്ളൊരു ചക്കയാണ് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ വിളഞ്ഞ ചക്കയായിരുന്നു. അപ്പോൾ അത് പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനതൊരു കിറ്റിനകത്ത് കെട്ടി ബക്കറ്റിനകത്ത് അടച്ചു വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തപ്പോൾ ചെറുതായിട്ട് മണം വരുന്നത്. അപ്പോൾ മണം കണ്ടപ്പോൾ അറിഞ്ഞപ്പോൾ ആച്ചുകുട്ടനപ്പോൾ അത് മുറിച്ചേ പറ്റുമെന്നും പറഞ്ഞിരിക്കും. അപ്പോൾ അത് പറഞ്ഞാണ് ഞാൻ ഉച്ചക്ക് ചോറൊക്കെ കഴിപ്പിച്ചത്. അതെല്ലാം കഴിഞ്ഞും പിന്നെയും കുഞ്ഞിന് വേണമെന്നും പറഞ്ഞ് നിന്ന് അങ്ങനെ പിന്നെ അത് മുറിക്കാനായിട്ട് വിശക്കുന്നതെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ട് മുറിപ്പിച്ചത്. അങ്ങനെ എടുത്തപ്പോൾ ഒത്തിരി വലിപ്പമൊന്നുമില്ല, കുഞ്ഞു ചക്കയാണ്. പക്ഷെ അതിനകത്ത് നല്ല ചുളയുണ്ടായിരുന്നു, നല്ല മധുരവുമായിരുന്നു, നല്ല തേൻവരിക്ക ചക്കയായിരുന്നത്. അപ്പോൾ കുറച്ച് മാത്രം അതിനകത്തുനിന്നുള്ള നല്ല കുരുവും ഒക്കെ ഉണ്ടായിരുന്നു. ചുള നന്നായിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിൽ അത്രയും വലിപ്പമുള്ള കുഞ്ഞു ചക്കയാണെങ്കിലും അതിന് കൂടുതൽ ചക്കയുണ്ടായിരുന്നു. നല്ല ചുളയും ഒക്കെ ആയിരുന്നു. ഒത്തിരി അതങ്ങ് ചീഞ്ഞു പോവുകയോ വെള്ളം കയറിയതിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ അതൊക്കെ മുറിച്ച് അപ്പം അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആൾക്ക് ആദ്യം ഇച്ചിരി കൊടുക്കണമെന്നും പറഞ്ഞ് അന്നേരം തന്നെ ആച്ചുകൂട്ടന് ഇച്ചിരി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് അത് മുറിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. ചക്ക, കപ്പ, ഇതൊക്കെ എൻ്റെ ആച്ചുകൂട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏട്ടന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആച്ചുകൂട്ടനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എരിവും പുളിയും ഒക്കെ ആണെങ്കിലും, എരിവൊന്നും അധികം കഴിക്കത്തില്ലെങ്കിലും ഇടക്കിടക്ക് ഞങ്ങൾ നന്നായിട്ട് ഇച്ചിരി കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ആച്ചുകുട്ടനും കൂടെ അതെല്ലാം കട്ട് ചെയ്ത് ഒരു പീസ് മാത്രമേ ഇപ്പോൾ എടുത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആ പകുതി ചക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പകുതി ചക്കയുടെ ചുളയൊക്കെ എടുത്ത് അപ്പം അതിൻ്റെ ചുപ്പല്ലൊക്കെ ഇട്ടാണ് ഇതൊക്കെ ബാക്കി ഇത്രയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ചക്ക ഞാൻ എൻ്റെ ആച്ചുക്കുട്ടിനും കുറച്ച് കഴിച്ചിട്ട് ബാക്കി എടുത്ത് ഞങ്ങൾ വെച്ച് അങ്ങനെ ചക്കയൊക്കെ കഴിച്ച് വൈകിട്ടത്തെ ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് പോകാനായിട്ട് നിന്നപ്പോഴാണ് നല്ല മഴച്ചാറ്റിൽ വന്ന്. അപ്പോൾ ഇങ്ങനെ ആച്ചുകൂട്ടം ഒരുങ്ങിയിട്ടൊക്കെ റെഡിയായി നിന്നിട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ആ ഒരു പിണക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ റെയിൻകോട്ടുണ്ട്, കുഴപ്പമില്ലെന്നും പറഞ്ഞ് എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കും അടുത്ത്. അപ്പോഴത്തേക്ക് ആ ചക്ക എടുത്തുകൊണ്ട് വന്നതാണ് കുഴപ്പമായെന്നും പറഞ്ഞ് എന്നെ വഴക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാനുമായിട്ട് ഒന്നോ രണ്ടോ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പറയും എന്തായാലും നമ്മൾ റെയിൻകോട്ടുണ്ടല്ലോ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പം ഏട്ടന് ഇച്ചിരി ഒരു മടിയുണ്ട്, മഴയല്ലേ കുറച്ചും കൂടെ ഒന്ന് ചിലപ്പോൾ നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആലപ്പുഴയിലേക്ക് കൂടിയാലാന്ന് വെച്ച് അങ്ങനെ പിന്നെ ഒരുവിധം എല്ലാം റെഡിയാക്കി ആച്ചുകൂട്ടൻ ഹെൽമെറ്റും ഒക്കെ വെച്ച് മാസ്കും വെച്ച് എല്ലാം റെഡിയായി വരുവാണ്. അപ്പോൾ എന്തായാലും പോയേക്കാന്ന് വെച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് ഇത്രയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നാളെയൊക്കെ ആദ്യം മഴ ഇപ്പോൾ പൊടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ അങ്ങ് വലിഞ്ഞു പോകുമല്ലോ എന്നുള്ള ഇതിൽ അപ്പോൾ ഈ കല്ലിട്ടിട്ടുണ്ട്, അതിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ ഇങ്ങനെ ചാറ് നിൽക്കുക. പിന്നെ കുറച്ചും കൂടെ നമ്മൾ വടക്കോട്ട് പോകും തോറും മഴ കൂടി വന്ന് പിന്നെ ഇടക്ക് നിന്ന് നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് പോകും തോറും മഴ ഇല്ലായിരുന്നു, ഒട്ടും ഇല്ലായിരുന്നു. ആലപ്പുഴയിലോട്ടൊക്കെ ആ ഏരിയയിലോട്ട് മഴ പെയ്തതേ ഇല്ല. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ റെയിൻകോട്ട് ഊരി അവർ രണ്ടുപേരും ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ആലപ്പുഴയിൽ എത്തി. അപ്പോൾ ആദ്യം പോകുന്നത് നമ്മൾ SM-ലോട്ടാണ്. ആച്ചുകുട്ടന് നാളെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഇടാൻ പുതിയ ഡ്രസ്സ് വേണമെന്നും പറഞ്ഞ് അപ്പോൾ നമ്മൾ ഈ ഇടക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് 1-2 എടുക്കണമെന്നും പറഞ്ഞാണ് നമ്മൾ SM-ലോട്ട് വന്നത്. അപ്പോൾ ഇവിടെയും നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ എടുത്ത് അപ്പോൾ ടീഷർട്ടാണ് കുഞ്ഞിന് നോക്കാമെന്ന് വെച്ച് ടീഷർട്ടും 2 ഷർട്ടും എടുക്കണമെന്ന് വെച്ച് അങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എവിടെ ചെന്നാലും ഈ ബെൽറ്റും ഒക്കെ ഇങ്ങനെയാണ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ടീഷർട്ട് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷർട്ടൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇത് 2 ഇതൊക്കെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ജീൻസൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ വേണ്ട, അത്യാവശ്യം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ആച്ചുകൂട്ടിന് എടുത്ത ഷർട്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്, കറക്റ്റൊക്കെ ആണോ എന്നൊക്കെയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു ടോപ്പ് എടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എടുക്കുന്നൊരു ഇതില്ലായിരുന്നു. അപ്പോഴേ
അങ്ങനെ പിന്നെ കളർ കണ്ടപ്പോൾ നമുക്ക് ഇല്ലാത്ത കളറും കൂടെ ആയപ്പോഴത്തേക്ക് ടോപ്പും എടുത്ത് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ബില്ല് കൊടുക്കാനായിട്ട് വന്നിരിക്കുവാണ്. അങ്ങനെ ആച്ചുക്കുട്ടൻ എടുത്ത ഡ്രസ്സാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ ആ കൗണ്ടറിൽ നമ്മൾ ബില്ല് പേ ചെയ്ത് സെറ്റിൽ ചെയ്ത്, അപ്പോൾ അത് ക്യാഷ് കൗണ്ടറിലോട്ട് വന്ന് വേണം നമ്മൾ അത് പിന്നെ പേ ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്ക് നല്ല ക്യൂ ആയിരുന്നു. സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ ഡ്രസ്സൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോഴേ ആച്ചുക്കുട്ടൻ എന്തൊക്കെയോ വാങ്ങിക്കണമെന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പാടിക്ക് പറയുന്നുണ്ട് ഓരോന്ന്. അപ്പോഴേക്ക് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ എനിക്കൊരു കുട വാങ്ങിക്കണമായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൈ ഒന്ന് ഇടക്ക് വെച്ചത് മുറിഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഒരു പോപ്പിയുടെ തന്നെ ഒരു കുടയൊക്കെ വാങ്ങിച്ച്. കുഴപ്പമൊന്നുമില്ല, നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആണ് എല്ലാ സാധനത്തിനും. അപ്പം പിന്നെ നമ്മൾ അടുത്തത് ഒരു അയൺ ബോക്സ് മേടിക്കണം. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ഒരു അടുത്ത ഷോപ്പിൽ കയറി നമ്മളൊരു നല്ലൊരു അയൺ ബോക്സ് വാങ്ങിച്ച്. നമ്മൾ ഓൺലൈനായിട്ടൊക്കെ മേടിക്കുമ്പോൾ ഇത്ര റേറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷെ ഇത് ഇത്തിരി കൂടുതലായിപ്പോയി വിലയൊക്കെ. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.